17,99,000 to 19,99,000 എക്സ്-ഷോറൂം ഉള്ള ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിളാണിത്. ഹ്യുണ്ടായി ക്രെറ്റ EV എന്ന് പറയുന്ന വെഹിക്കിൾ. ഏകദേശം 11 വർഷമായി ഈ വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ട്, അതായത് IC എഞ്ചിനായിട്ട് ഈ 11 വർഷമായി എന്ന് പറയുമ്പോൾ ഏകദേശം 11 ലക്ഷം യൂണിറ്റ് ഈ വെഹിക്കിൾ ഇന്ത്യയിൽ സെല് ചെയ്തെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഭവിത്താണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് പരിചയമുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ഡിസൈൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ക്രെറ്റയുടെ ഹ്യുണ്ടായി എൻലൈൻ ഓർമ്മ വരും. പക്ഷേ അതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസം ഈ വെഹിക്കിളിനുണ്ടെന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. മേജർ ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലാണ്. അത് നിങ്ങൾക്ക് ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴേ മനസ്സിലാവും. ബോണറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ സ്ട്രോങ് ലൈൻസ് ഇതിനൊരു മസിൽ കാറായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് സ്ട്രെങ്ത് ഈ വെഹിക്കിളിന് ഫീൽ ചെയ്യുന്നതിൽ ഈ ബോണറ്റിൽ വരുന്ന ലൈനിൽ വലിയ പങ്കുണ്ട്. ഈ പോർഷനൊക്കെ നമുക്ക് എൻലൈനിൽ കണ്ട് പരിചയമുണ്ട്. നമുക്കിവിടെ ഒരു LED DRL ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാണാൻ കഴിയും. ഈ പോർഷനാണ് ഇവരുടെ ചാർജിങ് പോയിന്റ്. നമ്മൾ പ്രസ് ചെയ്ത് ഈ ചാർജിങ് പോയിന്റ് പുറത്തോട്ട് വരും. ചാർജിങ് പോയിന്റ് ചുറ്റും ഒരു ബ്ലൂ ലൈറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 3-4 ഡോട്ട്സ് ആയിട്ട് കാണുന്ന ഭാഗമാണ് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഇത് അമർത്തി കഴിഞ്ഞാൽ അടയ്ക്കുകയും ചെയ്യും. ഇത് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. വെഹിക്കിൾ നമുക്ക് പോർച്ചിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് പോർഷൻ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ പോർഷനിൽ കണ്ടത് ഒരു പിക്സലേറ്റഡ് ഡിസൈനാണ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ല സ്ട്രോങ് സോളിഡ് ബിൽഡാണെന്നുള്ള തോന്നലുണ്ടാക്കും. സ്ട്രോങ് സോളിഡ് ബിൽഡ് ആയിരിക്കണം എന്തായാലും. ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനൊക്കെ പോകുന്നത് കാണാൻ കഴിയും. ഇവിടെ പിന്നെ ഹ്യുണ്ടായി വേറൊരു മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ഷോട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ഓപ്പണും ഷട്ടും ആവും. നമ്മളെ അകത്തുള്ള അതിൻ്റെ മോട്ടർ ചൂടാകുമ്പോൾ എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലാപ്പുകൾ ഓപ്പൺ ആവുന്നത്. അത് കൂടാകുമ്പോൾ അത് താനെ അടയുകയും ചെയ്യും. അതൊക്കെ നല്ലൊരു ഇൻ്റർവെൻഷനാണ്. പിന്നെ ഇതാണ് ഇവരുടെ ക്വാഡ് ബീം ഹെഡ്ലൈറ്റ്. ഞങ്ങളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് ബൈജു എന്നാരുടെ വീഡിയോ കണ്ടിട്ടാണ്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനത്തെ ഫേമസ് ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്ട് ടെക്നിക്കൽ ടേംസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസൊക്കെ മിസ് ഔട്ട് ആവുന്ന കണ്ടിട്ട് അത് അവർ റഫായിട്ട് പറഞ്ഞങ്ങ് പോവും. പക്ഷേ അവരെ പോലത്തെ ആൾക്കാരൊക്കെ പലതും പറയുമ്പോൾ പ്രിസൈസ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സിനൊക്കെ അവരെ വിശ്വസിക്കും. അതും അറിഞ്ഞിട്ടാണ് മിക്കവാറും ഷോറൂമിലോട്ട് പോവുക. എന്തൊക്കെയാണ് സ്പെസിഫിക്കലി ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അതിന് ഫോർ എക്സാമ്പിൾ ഈ ഒരു എൻജിൻ കൂളിയാണെങ്കിൽ ഈ ഫ്ലിപ്പിൻ്റെ കാര്യം ബൈജു എന്നാർ പറയുമ്പോൾ കുറച്ച് ടെക്നിക്കൽ തെറ്റ് ഞാൻ അതിൽ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കൂടെ പറയും. പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ക്യാമറ കാണാൻ പറ്റും നമ്മളിവിടെ. ഇതിന് 360 ക്യാമറയുണ്ട്. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സുള്ള വെഹിക്കിളാണത്. ഓക്കെ, അപ്പോൾ സൈഡിലോട്ട് പെട്ടെന്ന് പോകാം. സൈഡ് പ്രൊഫൈലിൽ അലോയ് വീൽസിലല്ലാതെ മേജർ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയില്ല. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അടിയിൽ കുറച്ച് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ബാറ്ററി പാക്ക് ചിലപ്പോൾ വലിയ ഹംസൊക്കെ വരുമ്പോൾ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ ഷോറൂമിലെ ആൾക്കാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് പോർഷൻ കണ്ട് ഈ ഒരു ഹാൻഡിൽ പോലെയുള്ള ഇത് പഴയ ക്രെറ്റയിലെല്ലാം സിൽവർ ഫിനിഷ് ആയിരുന്നു. ഇത് ഇപ്പോൾ ക്രെറ്റ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ക്രെറ്റ എടുത്തു കഴിഞ്ഞാൽ അവരിത് ബ്ലാക്ക് ആയിട്ട് പെയിൻറ്റ് ചെയ്യും. ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് സിമ്പിൾ ആക്കിയിട്ടുണ്ട് ക്രെറ്റ. എന്തായാലും നല്ലൊരു ആഡ് ഓൺ ആയിപ്പോയി ഈ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നോട്ട് വരുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ബാക്ക് ലൈറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് ഇത് ഏകദേശം 433 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബൂട്ട് സ്പേസ് ആണ്. ഇതിനകത്തൊരു സ്പെയർ വീലും ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പോർഷനിൽ നമുക്കിവിടെ പിക്സലേറ്റഡ് ഫിനിഷിലൊരു ബമ്പർ സൈഡും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുറച്ച് ലൈറ്റും റിവേഴ്സ് ലൈറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. അതൊക്കെ നല്ലൊരു ആഡ് ഓൺ ഫീച്ചേഴ്സാണ് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു സിമ്പിൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഹ്യുണ്ടായി EVയുടെ കീ. പക്ഷേ ഇത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വെഹിക്കിളിൻ്റെ ഔട്ട് സൈഡ് ക്രെറ്റ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിൽ കയറി പോയി നോക്കാം. ഇതിൻ്റെ അലോയ് വീലിന് എയറോ അലോയ് വീൽ എന്നാണ് സ്പെസിഫിക്കലി പറയുക. ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. എന്തായാലും ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നല്ല ഒരു സ്പേഷ്യസ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണം പറയാൻ. പഴയ ഹ്യുണ്ടായിനെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളില്ല. പക്ഷേ ഈ സ്റ്റിയറിംഗ് വീലിലെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. ഇത് അയോണിക് 5-ലൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സ്റ്റിയറിംഗ് വീലാണ്. കൺട്രോൾസിൻ്റെ ഈ ഒരു പോർഷനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ കൺസോൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അൽക്കസാറിൻ്റെ ഡിസൈനൊക്കെ ഓർമ്മ വന്നു. ഇവിടെ 2 ടോഗിൾ സ്വിച്ചസ് കാണാൻ പറ്റും. കാരണം ഡ്യുവൽ സോൺ കൺട്രോൾ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇവിടെ 2 ടോഗിൾ സ്വിച്ചസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ട്യൂൺ ചെയ്യാം നമുക്ക് ചാനൽസൊക്കെ. ഇതിൻ്റെ ചാനൽസിൻ്റെയൊക്കെ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഒക്കെ വോളിയം കൺട്രോൾ ചെയ്യാം. ഇത് ആ ക്രെറ്റയിൽ കണ്ട 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻസ് തന്നെയാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പോർഷൻ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് സിയും 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഒരു USB ചാർജറും കാണാൻ കഴിയും. ഇവിടെ 2 കപ്സ് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡ്രൈവിംഗ് മോഡ് ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ഓട്ടോ ഹോൾഡ് ഉണ്ട്. ഇവിടെ 360 ക്യാമറ ഉണ്ട്. ഇത് രണ്ടും നമ്മളുടെ
വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോളാണ്. ഇവിടെ ചെറിയൊരു ഗ്ലൗ ബോക്സും ഉണ്ട്. ഇതിനകത്ത് കുറച്ച് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഡ്രിങ്ക്സൊക്കെ തണുപ്പിക്കാൻ വെക്കണമെങ്കിൽ ഇങ്ങോട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം നമ്മൾ നോർമൽ കൺട്രോൾസ് ആണ്. ഇവിടെ നമുക്ക് ലോക്ക് അൺലോക്ക്, വിൻഡോസിൻ്റെ കൺട്രോൾ കാണാൻ കഴിയും. പിന്നെ ഇവിടെയെല്ലാം നമ്മളുടെ ഗിയർ സെലക്ടർ അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ടർ ഉള്ളത് അത് ഈ ഒരു സൈഡിലാണ്. അത് നമുക്ക് ഇതിൻ്റെ ക്ലോസപ്പ് വീഡിയോയിൽ കാണാൻ കഴിയും. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കൊക്കെ ഇവിടെയാണ്, ഈ ഒരു നോബിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു ഇൻ്റർവെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചധികം സ്പേസ് വേറെ യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ 2 സീറ്റും വെന്റിലേറ്റർ കൺട്രോൾസ് ആണ്. പിന്നെ ഈ 2 സീറ്റും നമുക്ക് 8-way ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്വിച്ചസ് ഇതിൻ്റെ സീറ്റ്സിൻ്റെ സൈഡിലുണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ചെറിയ 2 ബോട്ടിലോ അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടിലോ നമുക്ക് വെക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ലതാണ്. ഇത് നമ്മളുടെ നോർമലി ക്രെറ്റയിലും സെൽറ്റോസിലൊക്കെ കണ്ടുവരുന്ന സാധനങ്ങളാണ്. എന്തായാലും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ബാക്ക്. ഇവിടെ നമുക്കൊരു 2 സ്റ്റെപ്പ് കൺട്രോളായിട്ടുള്ള ബാക്ക് പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റൈലിലാണ് ക്രെറ്റ ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള സീറ്റ് ബെൽറ്റ് അവർ കൊടുത്തിരിക്കുന്നു. അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്കിവിടെ ബാറ്ററി പാക്ക് അടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ലെവൽഡപ്പാണ് ഇരിക്കുന്ന സ്പേസ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലുള്ള ആൾക്കാരുടെ കൈയൊക്കെ ചിലപ്പം തട്ടണം നിർബന്ധമില്ല. പക്ഷേ എന്നാലും കംഫർട്ടിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. കാര്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് അൽക്കസാറിൽ കണ്ടു കഴിഞ്ഞ ആ ഒരു ട്രേ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് പൊന്തിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് AC-യുടെ കൺട്രോൾസ് കാണാൻ പറ്റും. ഇവിടെ 2 C-ടൈപ്പ് ചാർജിങ് പോർഷൻസ്, ഇവിടെ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. എന്തായാലും സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലെല്ലാം കറക്റ്റ് നല്ലൊരു ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പനോറമിക് സൺറൂഫും ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ പറഞ്ഞു മുന്നിലിരുന്നപ്പോൾ. എന്തായാലും ബാക്കിൽ നിന്ന് പോലും നമുക്കിത് ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സൺറൂഫ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റും വെന്റിലേഷനൊക്കെ നമുക്ക് വെഹിക്കിളിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബാക്കിലിരുന്ന് തന്നെ ഈ ഒരു സീറ്റ് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ സ്വിച്ചസ് ഉണ്ട്. ഇവിടെ ഈ സീറ്റ് നമുക്ക് മുന്നോട്ടൊക്കെ ആക്കാം. അതുകൊണ്ട് തന്നെ ബാക്കിലിരുന്നാലും നമുക്ക് ഇപ്പോൾ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് ഒക്കെ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യും. കാരണം അത്രയും സ്പേസ് നമുക്ക് കിട്ടും. ഇതൊക്കെ നല്ലൊരു ആഡ് ഓൺ ഫീച്ചറാണ് ഈ സെഗ്മെൻറ്റിലുള്ള ഒരു SUV വെഹിക്കിളിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു വെഹിക്കിൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ പറഞ്ഞ് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളുടെ ക്രെറ്റ EVയുടെ അകത്ത് കയറി ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇത് നമ്മളുടെ കോഴിക്കോട് റോഡാണ്. ഞാനിപ്പോൾ പോകുന്നത് ഇവരുടെ ഗോഡൗണിൽ നിന്ന് നേരെ നമ്മളുടെ ഷോറൂമിലേക്കാണ്. എനിക്കിത് ഓടിച്ചു മുതൽ തോന്നിയ സാധനമാണ്. ഇതൊരാൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തോ അയാൾ വാങ്ങിയിരിക്കും വണ്ടി. അത്രയും നല്ല റെസ്പോൺസ് ഈ വണ്ടി എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം ഓടിച്ചു. ഇപ്പോൾ ഹൈവേയിൽ എത്തിയപ്പോഴാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. എന്തായാലും ആ ഒരു റെസ്പോൺസ് ഭയങ്കര നല്ലതാണ്. നമ്മൾ ആ പഴയ ക്രെറ്റയിലുള്ള അതേ എക്സ്പീരിയൻസാണ് കിട്ടുന്നതെങ്കിലും എൻജിൻ്റെ മുകളിൽ, അതായത് പെഡൽ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റൈഡിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും, അത് ഓടിക്കുമ്പോഴേ മനസ്സിലാവും. മൊത്തം ഈ ഒരു താഴ്ന്ന ഡാഷും ആ ബോണറ്റൊക്കെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് റോഡിൽ തരുന്നുണ്ട്. നിങ്ങളും ഓടിക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. മൊത്തം ഒരു കളർ കോമ്പിനേഷന് കൊള്ളാടെ. ഒരു പുതിയ കളർ വന്നപ്പോൾ അത് ഇൻറ്റീരിയറിൻ്റെ കളറുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡിനായി പോകുന്നുണ്ട്. എന്തായാലും ഒരു പോഷ് ലുക്ക് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഹ്യുണ്ടായിയുടെ തന്നെ അയോണിക്കിൻ്റെ ഒരു ഫീലൊക്കെ ഇതിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് അത്ര പെട്ടെന്ന് ആ സഡൻ പിക്കപ്പ് എടുക്കുന്ന രീതിയിൽ നന്നായിട്ട് ചവിട്ടാനൊന്നും പറ്റുന്നില്ല. ടോപ്പ് സ്പീഡൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ഷോർട്ട് ഡ്രൈവാണ്. ഇന്ന് ആക്ച്വലി ഈ വെഹിക്കിളിൻ്റെ ലോഞ്ചാണ് പോപ്പുലർ ഹ്യുണ്ടായി കാലിക്കറ്റിൽ നടക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചു. അവർ പെർമിഷൻ തന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് നിങ്ങളിവിടെ. ഇതിപ്പോൾ എക്കോ മോഡലാണ്. നമുക്കിത് ശരിക്കും 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഞാൻ ഈ ഡ്രൈവിംഗ് ബോർഡ് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തം ഇൻ്റർഫേസ് മാറുന്നുണ്ട്. ഇപ്പോൾ അത് നോർമൽ മോഡായി. ഇനി ഒരു സെക്കൻഡ്, ചെറിയ ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഇനി നമ്മളിത് സ്പോർട്ട് മോഡിലിടുമ്പോൾ മൊത്തം ഇൻ്റർഫേസ് ഒരു ഡാർക്ക് ബ്ലാക്ക് കളറൊക്കെ വന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ് ഹ്യുണ്ടായിയുടെ സൈഡിൽ നിന്ന്. ഭയങ്കര നല്ലൊരു ഇൻ്റർഫേസ് അവർ കൊണ്ടുവരാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആസ്. ഒരു സെക്കൻഡ് പോലെ ഞാൻ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഈ വെഹിക്കിൾ 2 ബാറ്ററി പാക്കേജിൽ അവൈലബിൾ ആണ്. 51.4ഉം 45 kWh അവൈലബിൾ ആണ്. 51.4 ആണെങ്കിൽ ഏകദേശം 473 കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടും. 45 ആണെങ്കിൽ 390 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ഇത് കമ്പനി അവകാശപ്പെടുന്നതാണ്. ഓൺ റോഡ് എത്രയാണെന്ന് കറക്റ്റായിട്ട് നമുക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
പിന്നെ ഇതിൻ്റെ ചാർജിങ് സമയം കൂടെ ഞാൻ പറയാം. അതായത് 51.4 ആണെങ്കിൽ ഏകദേശം 58 മിനിറ്റ്സ് ആണ് 10 to 80% ആവാൻ വേണ്ടത്. ഇത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ 11 കിലോ വാട്ടിലോ അല്ലെങ്കിൽ ആ പോർട്ടബിൾ ചാർജിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 hours 50 minutes ആണ് ഈ ഒരു ബാറ്ററി 10 to 100% ആവാൻ വേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.